ജെർമിയ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം 17 മുതലുള്ള വചനങ്ങളിൽ കാണുന്നത് ജെർമിയായുടെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. അങ്ങേക്ക് ഒന്നും അസാധ്യമല്ല. 1000 തലമുറകളോട് അങ്ങ് കാരുണ്യം കാണിക്കുന്നു, അകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നു. അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല. ദൈവമേ, ശക്തമായ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നു. ജെർമിയ പ്രവാചകന്റെ ശക്തമായ ഈ പ്രാർത്ഥനയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. ജെർമിയായുടെ പ്രാർത്ഥന. ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. അങ്ങ് 1000 തലമുറകളോടും കാരുണ്യം കാണിക്കുന്നു, എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു. ശക്തനും പ്രതാപവാനുമായ ദൈവമേ, അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ. അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ്. ഓരോരുത്തർക്കും അവനവന്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായി പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധനായി. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഭുജബലത്താലും ഭീതി നിറഞ്ഞ പ്രവൃത്തിയാലും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ആ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു. അവർ വന്നത് കൈവശപ്പെടുത്തി. എങ്കിലും അവർ അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമം അനുസരിക്കുകയോ ചെയ്തില്ല. അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി. ഇതാ, നഗരം പിടിച്ചടക്കാൻ കൽദായർ ഉപരോധ മാർഗം നിർമ്മിച്ച് ആക്രമിക്കുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അരുളി ചെയ്താലും സംഭവിച്ചത് അങ്ങ് കാണുന്നുണ്ടല്ലോ. കൽദായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന് ദൈവമായ കർത്താവെ, അവിടുന്ന് എന്നോട് കൽപ്പിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജെർമിയ പ്രവാചകൻ കാരാഗ്രഹത്തിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. നന്ദി നിറഞ്ഞ പ്രാർത്ഥനയാണല്ലോ അദ്ദേഹം നടത്തുന്നത്. ഇസ്രായേൽ ജനതയെ ഫറവോന്റെ അടിമത്തിൽ നിന്നും മോചിപ്പിച്ച് അങ്ങ് കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് അവരെ രക്ഷിച്ചു എന്ന് പ്രവാചകൻ അരുളി ചെയ്യുന്നല്ലോ. അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജനത്തോടും രാജാവിനോടും അരുളി ചെയ്തു, അടിമത്വം വരാൻ പോകുന്നു, പിന്മാറണമെന്ന്. അങ്ങയുടെ വാക്ക് കേൾക്കാതെ അടിമത്വത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലും ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന പ്രവാചകനെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് പ്രചോദനം ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ആദ്യം വരേണ്ടത് നന്ദിയും സ്തുതിപ്പുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് ജയിലിൽ കിടന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് നൽകിയ എല്ലാ നന്മകളും ഓർത്ത് നന്ദി പറയുകയാണല്ലോ. നന്ദിയുടേതായ ഒരു ജീവിതം നയിക്കുവാനും വരുവാൻ പോകുന്ന കാര്യങ്ങൾ വചനത്തിലൂടെ മനസ്സിലാക്കി സത്യത്തിന്റെ പാതയിൽ മുന്നേറാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനും ഇടയാക്കണമേ. അതിനുവേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വചനം കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരിലെ വിശ്വാസത്തിന്റെ ആ തീപ്പൊരി
മിന്നുന്നത്. അങ്ങനെ വിശ്വാസത്തിൽ കടന്നു വന്ന് ആയിരം ജനങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ. ആമീൻ. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. സബ്സ്ക്രൈബ് ചെയ്യണമേ, ഷെയർ ചെയ്യണമേ.